പൈസ ഞാൻ തരൂല. ഓപ്പൺ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന ഈ ഒരു തട്ടിപ്പ്, അതിഭീകരമായിട്ടുള്ള തീവെട്ടിക്കൊള്ള എന്ന് പറയാവുന്ന ഈ തട്ടിപ്പ്, ഇത് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഇങ്ങനെ പറ്റിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് എന്റെ അനിയനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് കരിപ്പൂർ എയർപോർട്ടിൽ വന്നത്. അപ്പോഴാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലായത്. ഇവർ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൽ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവർ വലിയ രീതിയിൽ കൊള്ളലാഭം ഇവർ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അവിടെ എയർപോർട്ടിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി പാസ് തന്നു. ആ എൻട്രി പാസിലും എന്റെ വാച്ചിലുള്ള സമയത്തുള്ള ഡിഫറൻസിലാണ് നമ്മളിത് കാര്യം മനസ്സിലാക്കുന്നത്. അവർ നമുക്ക് എൻട്രി പാസ് തരുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു വലിയ ക്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ ടൈം നോക്കാനൊന്നും മെനക്കെടാറില്ല. നമ്മൾ നേരിട്ട് വിട്ടു പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് യാദൃശ്ചികവശാല് നമ്മൾ അതിന്റെ സമയം നോക്കുമ്പോൾ എന്റെ വാച്ചിലുള്ള സമയവും അതിലുള്ള സമയവും തമ്മിൽ 5 മിനിറ്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരുടെ സിസ്റ്റത്തിലുള്ള സമയത്തിന്റെ വ്യത്യാസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എൻ്റർ ആവുന്നു. കൃത്യം 3 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അവരുടെ രണ്ടാമത്തെ സിസ്റ്റത്തിൽ കൃത്യസമയമാണ്. ഞാൻ അവിടുത്തെ ആളുമായിട്ട് കുറച്ചധികം നേരം വാക്കുതർക്കങ്ങൾ ഉണ്ടായി. അവിടെ ഗേറ്റിൽ അവർക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൈസ 40 രൂപ അടച്ചാൽ മാത്രമേ അവർ ഗേറ്റ് തുറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എൻട്രിയിൽ അവിടെ കൊടുക്കുന്ന അതേ പാസ് ഒന്നുകൂടെ വാങ്ങിച്ചു. ആ വാങ്ങിച്ച പാസിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ തട്ടിപ്പ് കൃത്യമായിട്ട് മനസ്സിലായത്. എന്റെ മൊബൈലിൽ അപ്പോൾ സമയം കാണിക്കുന്നത് 12:17 എന്നും അവരുടെ ഒന്നാമത്തെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് 12:14 എന്നും ആ സിസ്റ്റത്തിൽ നിന്ന് അപ്പോൾ പ്രിന്റ് ചെയ്ത റെസിപ്റ്റിൽ കാണിക്കുന്നത് 12:12 എന്നുമാണ്. എന്നാൽ ഇവരുടെ രണ്ടാമത്തെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് 12:17 എന്ന സമയം തന്നെയാണ്. അപ്പൊ ഇത് തമ്മിൽ 5 മിനിറ്റിന്റെ ഡിഫറൻസ് അവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല അവരുടെ കമ്പ്യൂട്ടറിനകത്ത് 12:14 എന്ന് കാണിച്ചിട്ടും പ്രിന്ററിൽ വരുമ്പോൾ അത് 12:12 ആവുന്നു എങ്കിൽ അത് കൃത്യമായി സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. തട്ടിപ്പ് നമുക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മാനേജർ ഓടി വന്ന് നമുക്ക് ഗേറ്റ് തുറന്നു തന്നു. ഈ പ്രശ്നം അതൊരു വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ഒന്നും ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായി. അപ്പൊ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരും മാനേജറും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കളിയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കുക, ഒരു ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ വന്നു പോകുന്നത് 9,000-ഓളം വരുന്ന പാസഞ്ചേഴ്സ് ആണ്. അപ്പൊ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും പിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും അവരിങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി പാവങ്ങളായ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എൻ്റർ ആവുമ്പോൾ കൃത്യമായിട്ടുള്ള സമയം അച്ചടിച്ചിട്ടുള്ള പാസ് മാത്രം വാങ്ങിക്കുക. അല്ലാത്ത പാസ്സാണ് അവർ തരുന്നതെങ്കിൽ വണ്ടി അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുക. പാസ് കിട്ടിയ ശേഷം മാത്രം എൻ്റർ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രതികരിക്കാത്തിടത്തോളം കാലം നമ്മളെ അവർ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും.